ഹായ് പ്യാരെ വെച്ച് അനസാറാണ്. നമ്മുടെ പരീക്ഷയ്ക്ക് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. തിങ്കളാഴ്ചയാണ് നമ്മുടെ പരീക്ഷ. അടിപൊളിയായിട്ട് നമുക്ക് പരീക്ഷ എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഇതാണ് ആ ചോദ്യം. എന്താണ്? വളരെ മനോഹരമായിട്ടുള്ള ചോദ്യം, എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. എന്താണ്? ജൽ ജീവൻ കാ ആധാർ ഹേ. ജലം ജീവന്റെ ആധാർ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനമാണ്. യഹ് സന്ദേശ് ദേത്തെ ഹുയി ഏക് പോസ്റ്റർ തയ്യാറാക്കാൻ. ഈ സന്ദേശം നൽകുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് 4 മാർക്ക് നേടാൻ കഴിയുന്ന ഒരു ചോദ്യമാണിത് അല്ലേ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, 5ാം ക്ലാസ്സിൽ നിന്നും നിങ്ങളോട് ഒരു പോസ്റ്റർ ചോദിച്ചു കഴിഞ്ഞാൽ അനസാറിന്റെ മക്കൾ എന്ത് ചെയ്യാൻ പാടില്ല, ആരും പേടിക്കാൻ പാടില്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. അപ്പൊ എന്താണോ അപ്പൊ പോസ്റ്റർ എഴുതൽ എങ്ങനെ സാർ, അത് പ്രയാസമല്ല, ഒരു പ്രയാസമില്ല. എങ്ങനെ എഴുതുന്നത് വെച്ചാൽ ആദ്യം നമുക്കൊരു ടോപ്പിക് ആദ്യം തന്നിട്ടുണ്ടാവും. എന്നിട്ട് യഹ് സന്ദേശ് ദേത്തു, ഈ സന്ദേശം നൽകുന്ന എന്നേ പറയുള്ളൂ പോസ്റ്റർ തയ്യാറാക്കാരെ. അപ്പൊ ആ സന്ദേശം നൽകുന്ന അത് എന്താണെന്നുള്ളത് അർത്ഥം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ എന്താണ്? ജൽ ജീവൻ കാ ആധാർ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മക്കൾ മനസ്സിലാക്കിക്കോ, ജലം ജീവന്റെ ആധാർ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അടിസ്ഥാനമാണ് അല്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ സന്ദേശം നൽകുന്നതാണല്ലോ. അപ്പൊ ആ സന്ദേശം നമ്മൾ എന്ത് ചെയ്യണം? ആ പോസ്റ്ററിലേക്ക് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മനോഹരമായിട്ടുള്ള എന്ത് ചെയ്യണം? ഒരു കള്ളി നമ്മൾ വരക്കണം. മനോഹരമായിട്ടുള്ള ഒരു കള്ളി വരക്കണം. കണ്ടോ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ സന്ദേശം നൽകുന്നതാണല്ലോ. അപ്പൊ ആ സന്ദേശം എടുത്ത് നേരെ എഴുതുക. അപ്പൊ നമ്മൾ എഴുതി ജൽ ജീവൻ കാ ആധാർ ഹേ. കണ്ടോ? അങ്ങോട്ട് എഴുതിയത് കണ്ടോ? യെസ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? അതുമായി ജലവുമായി കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ചിത്രം നമുക്ക് വരയ്ക്കാം. അവിടെ മഴത്തുള്ളി ഉണ്ട്, വെള്ളത്തുള്ളി ഉണ്ട്. ആ വെള്ളത്തുള്ളി ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ സേവ് ചെയ്യുന്ന രീതിയിൽ, കാരണം ജലം അമൂല്യമാണ്, അത് പായാക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ആ രീതിക്കുള്ള ആ ഒരു സന്ദേശം നൽകുന്ന ആ രീതിയിലുള്ള ആ ചിത്രമോ എന്തെങ്കിലും ജലവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ചിത്രം വരയ്ക്കാം. അല്ലെങ്കിൽ ടാപ്പിൽ നിന്ന് വെള്ളം കുടിക്കുന്നതോ ഏത് ചിത്രം, സിമ്പിളായിട്ട് നമുക്ക് സമയം കളയാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ചിത്രം അവിടെ മനോഹരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വരച്ചു കൊടുക്കണം. പിന്നെ എൻ്റെ മക്കൾ ചെയ്യേണ്ടത് അവസാനം ഇവിടെ ഹിന്ദി ക്ലബ്ബ് എന്ന് കണ്ടോ, ഒരു ക്ലബിന്റെ പേര് കൊടുക്കുന്ന നിർബന്ധം. അപ്പൊ ഏത് കണ്ടന്റ് ആണെങ്കിലും ടോപ്പിക് ആണെങ്കിലും നമുക്ക് എന്ത് എഴുതാൻ വേണ്ടിയിട്ട് സാധിച്ചു? ഹിന്ദി ക്ലബ്ബ് ആണെങ്കിൽ എവിടെ എഴുതാം. അപ്പൊ ഹിന്ദി ക്ലബ്ബ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഏത് പോസ്റ്ററിലും അവസാനം അതും എഴുതി കൊടുത്താൽ മാത്രം മതി. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ എന്തെല്ലാം ചെയ്തത്? നമ്മൾ എന്താണ് സബ്ജക്റ്റ്, ആ സംഭവം നമ്മൾ നേരെ അതിലേക്ക് എടുത്തെഴുതുന്നു. അത് നമ്മൾ ചോദ്യ പേപ്പറിൽ നോക്കിയത് അതേപോലെ എടുത്തെഴുതാണ്. പിന്നെ അതുമായി കണക്ട് ചെയ്ത ഒരു ചിത്രം വരയ്ക്കുന്നു. പിന്നെ അവസാനം നമ്മൾ ക്ലബിന്റെ പേര് കൊടുക്കുന്നു. ഇത്തരത്തിൽ മാത്രം ചെയ്താൽ മതി. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന പരീക്ഷയിലേക്ക് ലഭിക്കാൻ പോണ മാർക്ക് എത്ര? 4 മാർക്ക്. ഇത് നമ്മൾ എന്തെങ്കിലും പ്രയാസം വന്നോ? ഒരു പ്രയാസവും ഇല്ലാതെ സിമ്പിളായിട്ടാണ് നമ്മൾ 4 മാർക്ക് നേടിയത്. അത് എവിടുന്ന്? നമ്മുടെ ചോദ്യ പേപ്പർ നോക്കിയിട്ട്. അപ്പോൾ ഇതേപോലെ ഒരു പോസ്റ്റർ ഉണ്ടാക്കാനുള്ള ചോദ്യം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് എന്താണോ നമ്മളോട് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടന്റ്, അത് നേരെ അതിലേക്ക് എടുത്തിരുന്നു. അതുമായി കണക്ട് ചെയ്ത് എന്തെങ്കിലും ഒരു ചിത്രം വരച്ചു വെക്കുന്നു, ക്ലബിന്റെ പേര് എഴുതുന്നു, മനോഹരമായിട്ടുള്ള ഒരു കള്ളിക്കുള്ളിലാക്കുന്നു. ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. ഇത്ര ചെയ്താൽ എത്ര മാർക്കാണ് കിട്ടുക? 4 മാർക്ക്. ഒരു പ്രയാസം ഉണ്ടോ? ഒരു പ്രയാസവും ഇല്ലാതെ വളരെ ലളിതമായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യും? മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒന്ന് തന്നെയാണ്. എല്ലാ മക്കളും എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് ഇത്തരത്തിലുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കൃത്യമായിട്ട് ചോദ്യം വായിച്ച് ആ ചോദ്യത്തിലുള്ളത് തന്നെ അപ്ലൈ ചെയ്ത് അതുമായി കണക്ട് ചെയ്ത് ചിത്രം വരയ്ക്കുകയും അതിന്റെ ഫുൾ മാർക്ക് നേടുമെന്നുള്ള കോൺഫിഡൻസോട് കൂടിയിട്ട് വേണം നിങ്ങൾ നാളത്തെ ഈ വരുന്ന തിങ്കളാഴ്ചത്തെ പരീക്ഷയിൽ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? അപ്പൊ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക? എല്ലാ മക്കളും അടിപൊളിയായിട്ട് പരീക്ഷ ചെയ്താ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. അപ്പൊ നമ്മുടെ ആ മെഗാ മാരത്തോണിലൊക്കെ എല്ലാവരും പങ്കെടുക്കുക. ഞായറാഴ്ച കൃത്യം 7 മണിക്കാണ് നമ്മുടെ മെഗാ മാരത്തോൺ. അത് സാർ അവിടെ ഉണ്ടാകും. എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ बहुत बहुत शुक्रिया. बाबा.